കാണാൻ പോകുന്ന എക്സലിലെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ വലിയ ഡാറ്റാസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പലരും കമൻസിലൂടെ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ ടൈമൊക്കെ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ വർക്ക് ഒരുപാട് ഈസി ആക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്ന ടിപ്പ് നമ്പർ 1 ആണ്. നമ്മുടെ പഴയ ABC കമ്പനി ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിനെ ഞാനിവിടെ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം സീരിയൽ നമ്പർ എന്ന് പറയുന്നതും ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറയുന്നതൊക്കെ കിടക്കുന്നത് കറക്റ്റായിട്ട് ഒരു അലൈൻ ചെയ്തിട്ടല്ല. അതായത് T താഴെയാണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ജെൻഡറിൻ്റെ R താഴെയാണ് വന്നിട്ടുള്ളത് അല്ലേ. കറക്റ്റായിട്ട് ഒരു അലൈൻ ചെയ്തിട്ടല്ല നമ്മുടെ ഈ ഒരു സെല്ലിൽ ഡാറ്റ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ പലരും അതായത് ഒരു ലോങ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് ഒക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് സെൽസിൽ ഇങ്ങനെ താഴേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അപ്പുറത്തെ സെല്ലിലേക്കാണ് ഡാറ്റ കംപ്ലീറ്റും പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് കമൻസിലൂടെ പലരും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള കുറച്ച് വഴികൾ ഇവിടെ നമുക്ക് പഠിക്കാം. ഇതിന് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറയാം. നമ്മുടെ ഈ കോളം നെയിം എന്ന് പറയുന്നത് ABCDEF എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. ഈ കോളം ഏതിലാണോ നമ്മുടെ ഡാറ്റ ഇങ്ങനെ ഇരിക്കുന്നത് അതിനെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അലൈൻ ചെയ്തു കറക്റ്റായിട്ട്. അതുപോലെ തന്നെ ജെൻഡറിനെ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ അപ്പ് സൈഡിൽ പോയിട്ട് വേണം നമ്മൾ ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഡാറ്റ ആ ഒരു സെല്ലിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി വേറൊരു മെത്തേഡ് ഞാൻ പറയാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് അൺഡു ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, പഴയ പോലെ തന്നെ ആക്കി വെച്ചു. ഇനി ഞാൻ വേറൊരു മെത്തേഡ് പറയാണ്. നമുക്ക് ഈ ഒരു പേജിൽ നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, ഈ ഒരു ലെഫ്റ്റ് മോസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിടക്കുന്നത് അല്ലേ. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിനെ ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കംപ്ലീറ്റ് ഡാറ്റയും സെലക്ട് ആകും. ഓക്കെ, ഈ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ആകും. എന്നിട്ട് ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മുടെ ഡാറ്റ കറക്റ്റായിട്ട് എല്ലാ സെൽസും കറക്റ്റ് അലൈൻമെൻറ്റിൽ വന്ന് നിൽക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ വന്ന് നിൽക്കില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഡബിൾ ക്ലിക്ക് ചെയ്തു, കണ്ടോ ഇവിടെ ജസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് NT എന്ന് പറയുന്നത് താഴെയാണ്. ജെൻഡർ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അറിയാനുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ ട്രയാങ്കിൾ ഷേപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സെൽസും കറക്റ്റായിട്ട് അലൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി നിങ്ങളുടെ സിസ്റ്റത്തിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം കറക്റ്റായിട്ട് അലൈൻ ചെയ്യണമെന്നില്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് റാപ്പ് ടെക്സ്റ്റ് ആണ്. നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും റാപ്പ് ടെക്സ്റ്റ് എന്താണെന്ന്. അപ്പോൾ ഞാനിവിടെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഈ ഡാറ്റാസ് ഒന്ന് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ എടുക്കുകയാണ്. കണ്ടല്ലോ, ഫോർമാറ്റ് സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അലൈൻമെൻറ്റ് നമ്പർ ഉണ്ട്, അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ടാബിൽ വരിക അലൈൻമെൻറ്റ്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ സംഭവം ആക്റ്റീവായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. റാപ്പ് ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിൽ എത്ര ഡാറ്റ ഉണ്ടോ ആ ഡാറ്റേനെ കംപ്ലീറ്റ് ഒടിച്ച് മടക്കി ആ ഒരു സെല്ലിലേക്ക് തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ഈ റാപ്പ് ടെക്സ്റ്റ്. റാപ്പ് എന്ന് പറയുന്ന ആ ഒരു മീനിങ് തന്നെ അതാണല്ലോ അല്ലേ. അതല്ലേ റാപ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഒരു ലോങ് ഡാറ്റ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ആ സെല്ല് ചെറുതാണെങ്കിൽ പോലും അതിനെ നമ്മൾ എത്രത്തോളം ആ ഒരു സെല്ലിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അത്രത്തോളം അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെറുതാക്കി കൊണ്ടുവന്നിട്ട് അതിലേക്ക് തന്നെ ഫില്ല് ചെയ്യും. ഓക്കെ, അത് വിത്തൗട്ട് ഇൻക്രീസിങ് എന്താണ് സെൽ വിഡ്ത്ത് ഒന്നും ഇൻക്രീസ് ചെയ്യില്ല. പകരം ആ ഡാറ്റേനെ ആ ഒരു സെല്ലിലേക്ക് കൺജസ്റ്റഡ് ആയിട്ട് അങ്ങ് വെക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് ആക്റ്റീവായി കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ NT എന്ന് പറയുന്നതൊക്കെ താഴെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഞാൻ ഇവിടെ സെലക്ട് മാറ്റുകയാണ്, ഇനാക്റ്റീവ് ആക്കാൻ പോവുകയാണ്. റാപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ഇത് ഇവിടെ ഒന്നും ക്ലിക്ഡ് അല്ല. സോ ഓക്കെ അടിക്കുന്നു.
ഓക്കെ അടിക്കുമ്പം കംപ്ലീറ്റ് ഇങ്ങനെ വന്നു. ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് പക്ഷേ ടി കാണാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ മന്ത്ലി സാലറീൻ്റെ സാലറി കാണാൻ കഴിയുന്നില്ല. ആനുവൽ സാലറീൻ്റെ ഇപ്പുറത്തെ സെല്ലിൽ സ്ഥലമുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. മനസ്സിലായല്ലോ? എപ്പോഴും കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വന്നിട്ടില്ല. ഇനി ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യാൻ പോവാണ്. ട്രയാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ മിഡിലിൽ പോയിട്ട് എന്ത് ചെയ്യുക, എൻ്റെ കേഴ്സർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കണ്ടോ, കറക്റ്റായിട്ട് എല്ലാ സെൽസും അലൈൻഡായി. ഓക്കെ, സീരിയൽ നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ജെൻഡർ, മന്ത്ലി സാലറി, ആനുവൽ സാലറി ഇതൊക്കെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ സെൽസായിട്ട് ഓരോ കോളംസായിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. മനസ്സിലായല്ലോ? ഒറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാ സെൽസും അലൈൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഡ്രാഗ് ചെയ്തു. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഈ ട്രയാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. പക്ഷേ റാപ്പ് ടെക്സ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇനി അതേപോലെ തന്നെ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് റോയിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി. ഓക്കെ, ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ആക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 1 വരുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ടിപ്പ് നമ്പർ 1 തന്നെയാണ്, അതായത് കോളം വിഡ്ത്തിൻ്റെ കേസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സാലറീൻ്റെ 2 കോളത്തിലും എന്താണുള്ളത്, ഹാഷ് സിമ്പിളാണുള്ളത് അല്ലേ. അപ്പോൾ നമ്പേഴ്സിന് പകരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹാഷ് സിമ്പിൾ വരുന്നതെന്ന് എനിക്ക് പലരും ചോദിക്കാറുണ്ട്. അതായത് ഒരുപാട് ലാർജ് നമ്പേഴ്സൊക്കെ സെൽസിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് അതിന് നമ്പറിന് പകരം എന്താണ് അവിടെ വരുന്നത്, ഹാഷ് സിമ്പിളാണ് വരുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് കമൻസിലൂടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞാനിതിവിടെ എടുത്തു പറയാനുള്ള കാരണം. അപ്പോൾ അതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ഏത് സെല്ലിലാണോ ഉള്ളത് ആ സെല്ലൊന്ന് കുറച്ചൊന്ന് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നമ്പർ തിരിച്ച് ഓട്ടോമാറ്റിക്കലി ഇവിടെ തന്നെ വന്നോളും. ഓക്കെ, നമ്പർ ഉണ്ട് ആക്ച്വലി, അതിനവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് ഹാഷിൽ ഒതുങ്ങിക്കിടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാഷ് സിമ്പിളിനെ മാറ്റിയിട്ട് നമ്പറിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. അതായത് ഹോം ടാബിൻ്റെ അണ്ടറിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ ഫിറ്റ് റോ ഹൈറ്റ്, അതേപോലെ തന്നെ ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത്ത് എന്ന് കാണാം അല്ലേ. അപ്പോൾ ഇതിൽ ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഫോമാറ്റിൽ പോവുക. ദെൻ നമ്മുടെ ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത്താണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിപ്പോൾ എല്ലാ കോളംസും എന്തായി അതിനനുസരിച്ച്, അതായത് ഡിപ്പാർട്ട്മെൻറ്റിന് അതിനുള്ളിൽ ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ മന്ത്ലി സാലറിയിലോ ആനുവൽ സാലറിയിലോ അതിനൊക്കെ വേണ്ടുന്ന കറസ്പോണ്ടിങ് വിഡ്ത്ത് അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ തന്നെ റോ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ 3 മെത്തേഡ്. ഒന്ന് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാം, അതല്ല എങ്കിൽ ഈ ട്രയാങ്കിൾ ഷേപ്പുള്ള ഈ സിമ്പിൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ ഫോമാറ്റിൽ പോയിട്ട് ചെയ്യാം. പക്ഷേ ഓർമ്മിക്കുക, ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഡ്രാഗ് ഒഴിച്ച് ബാക്കി 2 വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ റാപ്പ് ടെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ഡീസെലക്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. ഓക്കെ, അത് ഓർമ്മിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്ത ട്രിക്കായിട്ട് പറയാൻ പോകുന്നത് ഞാൻ ട്രിക്ക് നമ്പർ 2 ആണ്. അതായത് ABC കമ്പനി ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ടേബിളിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് സെൻറ്ററിലല്ല കിടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സെൽസിൻ്റെ ലൈൻസ് ഒക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും സെൽസിൻ്റെ ലൈൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക? ജസ്റ്റ് നമ്മൾ അലൈൻമെൻറ്റ്, ഇവിടെ നമുക്കറിയാം അലൈൻമെൻറ്റ് ഇരിക്കുന്നത് അറിയാം അല്ലേ. സെൻറ്ററിൽ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അലൈൻ ചെയ്യാം. പക്ഷേ നമ്മൾ അലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെൽസിൻ്റെ ലൈൻസ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എവിടം വരെയാണോ നമ്മൾ, അതായത് ഇത് സെൻറ്ററിലേക്ക് ആക്കാൻ ഉദ്ദേശിക്കുന്ന എവിടം വരെയാണോ അത്രയും പോർഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ദെൻ മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കമ്പൈൻ ആൻഡ് സെൻറ്റർ ദ കണ്ടൻസ് ഓഫ് ദ സെലക്റ്റഡ് സെൽസ് ഇൻ എ ന്യൂ ലാർജർ സെൽ. അതായത് നമ്മുടെ ഈ ഡാറ്റേനെ അവർ കൊണ്ടുപോയി സെൻറ്ററിൽ വയ്ക്കുക മാത്രമല്ല, ഇതിനെയൊക്കെ മെർജ് ചെയ്തിട്ട് സിംഗിൾ സെല്ലായിട്ട് മാറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. കണ്ട, ABC കമ്പനി ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് എന്നുള്ളത് ഈ ലൈൻസ് ഒക്കെ മാറി കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കും. നമുക്ക് ട്രിക്ക് നമ്പർ 3 പോവാം. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇൻസേർട്ടിങ് ആൻഡ് ഡെലീറ്റിംഗ് എൻറ്റയർ കോളം ആൻഡ് റോ. ഓക്കെ,
അതായത് നമുക്ക് പലപ്പോഴും ചിലപ്പോൾ ടൈപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു കോളം ഇൻസേർട്ട് ചെയ്യണം തോന്നുക അല്ലേ, അല്ലെങ്കിൽ ഒരു റോ ഇൻസേർട്ട് ചെയ്യണം, അയ്യോ ഒന്ന് മറന്നുപോയി അതും കൂടി ഒന്ന് അതിനുള്ളിലേക്ക് ആക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഇൻസേർട്ടിങ് കോളംസ് ആൻഡ് റോസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമോ ഇതെന്താണ് ഇത്ര പറയാൻ എന്നുള്ളത് തോന്നിയേക്കാം. പക്ഷേ ഇതൊരു വേറെ വേയിലാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. അതായത് യൂഷ്വലി നമ്മൾ ചെയ്യുക, ഇപ്പോൾ നെയിമിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇടയിൽ നമുക്കൊരു കോളം ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ്, അതായത് കോളം ഓൾവേസ് എപ്പോഴും ഇൻസേർട്ട് ആവുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ റോ ആണെങ്കിൽ റോ എപ്പോഴും ഇൻസേർട്ട് ആവുന്ന അപ്പർ പോർഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഈ കോളത്തിൻ്റെ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഇൻസേർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ഇൻസേർട്ട് വരുന്നത്. ഇൻസേർട്ട് സെലക്ട് ചെയ്തിട്ട് എൻ്റെ കോളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് എന്നുള്ള ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് വരും. എൻ്റെ കോളം തന്നെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സെയിം വേയിലാണ് റോയിൻ്റെ കേസും. അതായത് റോ ഇപ്പോൾ അപ്പർ സൈഡിലായിരിക്കും ഇൻസേർട്ട് ആവുക. ഈ ഒരു 5ൻ്റെയും 4ൻ്റെയും ഇടയിലാണ് വേണ്ടതെങ്കിൽ 5 സെലക്ട് ചെയ്യുക, ദെൻ ഇൻസേർട്ട് അടിക്കുക. ഇൻസേർട്ട് ആണെങ്കിൽ എൻ്റെ റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റോ ഇൻസേർട്ട് ആകും. ഓക്കെ, ഇനിയിപ്പോൾ അതായത് നമ്മൾ 4ൻ്റെയും 5ൻ്റെയും ഇടയിൽ റോ ഇൻസേർട്ട് ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 5ൻ്റെയും 6ൻ്റെയും ഇടയിലാണ് എനിക്കിപ്പോൾ ഒരു റോ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ റോ കൊടുക്കുകയാണ്, ഓക്കെ അടിച്ചു. ഓക്കെ അടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇൻസേർട്ടായി. ഓക്കെ, എനിക്കത് വേണം. പക്ഷേ ഈ 66ഉം 42ൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നു അല്ലേ. കൗണ്ട് ഡാറ്റ സെൽസും നമ്പർ സെൽസിൻ്റെ ഇടയിൽ ബ്രേക്ക് വന്നു. പക്ഷേ എനിക്കിത് വേണ്ട, ഇവിടെ ഈ ബ്രേക്ക് വേണ്ട എന്നാണ് എനിക്കെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് എനിക്കിവിടെ മാത്രം മതി സ്പ്ലിറ്റ്, ഇവിടെ വരാൻ പാടില്ല, ഇത് അടുപ്പിച്ച് തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് അൺഡു ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതായത് 5ൻ്റെയും 6ൻ്റെയും ഇടയിലല്ലേ, അപ്പോൾ നമ്മൾ ഈ 6th റോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ 6th റോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എടുക്കുക. ഓക്കെ, ഇൻസേർട്ട് എടുക്കുക. ദെൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഷിഫ്റ്റ് സെൽസ് ഡൗൺ, ഷിഫ്റ്റ് സെൽസ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഷിഫ്റ്റ് സെൽസ് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് അത് സെൽസിനെ ഒന്ന് ഡൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പലർക്കും ഉള്ള ഡൗട്ടാണ് ഇതെന്താണ് ഈ 4 സംഭവം അല്ലേ. റൈറ്റ് ഉണ്ട്, ഡൗൺ ഉണ്ട്, എൻ്റെ റോ ഉണ്ട്, എൻ്റെ കോളം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് സെൽസ് ഡൗൺ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ ഇവിടെ മാത്രം നിങ്ങൾക്കൊരു സെല്ലും കൂടി ഒരു റോയും കൂടി ഇൻസേർട്ടായി, ഇവിടെ ഒരു ബ്രേക്കും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണ്ട സമയത്ത് നമുക്ക് ഒരുപാട് വലിയ ഡാറ്റ ഒക്കെ ഹാൻഡിൽ ചെയ്ത് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ റോ വേണ്ട എങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് എടുക്കുക. ഡിലീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, എൻ്റെ റോ ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് റോ ഡിലീറ്റ് ആവും. നമുക്കത് വേണ്ട. എന്ത് ചെയ്താൽ മതി, ഷിഫ്റ്റ് സെൽസ് അപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ, നമ്മൾ നേരത്തെ ഡൗൺ ചെയ്തു, ഇപ്പോൾ അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അപ്പിലേക്ക് വന്നു, അത് മാറി. സെയിം വേ ആണ് കോളത്തിൻ്റെ കേസിലാകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഒരു കോളം, അതായത് ഇതിൻ്റെ ഇടയിലാണ് ജെൻഡറിൻ്റെയും മന്ത്ലി സാലറീൻ്റെയും ഒക്കെ ഇടയിലാണ് വേണ്ടതെങ്കിൽ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജെൻഡറിൻ്റെ ഇടയിലാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് അടിക്കുക. ഇൻസേർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഷിഫ്റ്റ് സെൽസ് റൈറ്റ് ആണ് വേണ്ടത്. ഓക്കെ അടിക്കുക. കണ്ടോ, ഇവിടെ രണ്ടിൻ്റെ ഇടയിൽ ഒന്ന് ഇൻസേർട്ടായി. അതേപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്, ഡിലീറ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ടിപ്പ് നമ്പർ 4 ആണ്. 4 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഹൈഡിങ് ആൻഡ് അൺഹൈഡിങ് റോസ് ആൻഡ് കോളംസ് ആണ്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റയിൽ ഒരു കോളം അല്ലെങ്കിൽ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഹൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്കൊരു വർക്ക് തന്നു, ആ വർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് മാത്രം നമുക്ക് മറിച്ച് വെക്കണം, അത് ഹൈഡ് ചെയ്ത് വെക്കണം. അതിൻ്റെ പ്രിൻ്റ് എടുക്കുമ്പോൾ അത് വരരുത് എന്നാണ് എങ്കിൽ ഓക്കെ, നമുക്ക് പ്രിൻ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. പ്രിൻ്റ് എടുക്കുമ്പോൾ അത് കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ മന്ത്ലി സാലറി എനിക്ക് ഇവിടുന്ന് ഹൈഡ് ചെയ്യണം, എനിക്ക് ആനുവൽ സാലറീൻ്റെ ആവശ്യമേ ഉള്ളൂ, മന്ത്ലി സാലറി വേണ്ടാന്ന് വിചാരിക്കുക.
അപ്പോൾ ഞാൻ ഈ കോളം ഇവിടെ എൻറ്റയർ കോളം നമുക്ക് സെലക്ട് ചെയ്യാം. എൻറ്റയർ കോളം സെലക്ട് ചെയ്തിട്ട് ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യുക, ഹൈഡ് അൺഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഹൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ അത് പോയി. പക്ഷേ നമുക്കിവിടെ ഇങ്ങനെ ഔട്ട്സൈഡിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി, ആ ഡാർക്ക് ലൈനൊക്കെ പോയി. പക്ഷേ നമുക്ക് ഈ കോളം നെയിമിൻ്റെ ഇവിടെ ഈ ഡബിൾ ലൈൻ കാണാം. ഡബിൾ ലൈൻ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ സംതിങ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ഈ ഡബിൾ ലൈനിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പ്രിൻറ്റ് പ്രിവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്രിൻറ്റ് പ്രിവ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്താണ് നമ്മുടെ മന്ത്ലി സാലറി എന്ന് പറയുന്ന ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻറ്റ് പ്രിവ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഹൈഡിങ് ആൻഡ് അൺഹൈഡിങ് റോസ്. ഇനിയിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഹൈഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ചെയ്തെടുത്ത് തന്നെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും, മന്ത്ലി സാലറി നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് അഥവാ 2 കോളംസ് ഹൈഡ് ചെയ്യണം എന്നിരിക്കട്ടെ, എങ്ങനെയാണ് നമ്മൾ ഹൈഡ് ചെയ്യുക? അതായത് ജസ്റ്റ് ഒരു കോളം ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെ കോളത്തിൽ പോവുക, കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക, ദെൻ കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ഇതും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 കോളംസ് ഒന്നിച്ച് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് മന്ത്ലി സാലറി ആനുവൽ സാലറി ആണല്ലേ ഉള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഡോളർ സൈൻ വേണം എന്നിരിക്കട്ടെ. എങ്ങനെയാണ് നമ്മൾ ഡോളർ സൈൻ ഇടുക? അതായത് ജസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം, ഈ ഒരു എവിടെയാണ് ഡോളർ സൈൻ വേണ്ടത് ആ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് കാണാം നമ്പർ ഫോമാറ്റിൽ അല്ലേ, നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ടാബ് കാണാം. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഡോളർ സൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ജനറലാണുള്ളത്, ഇനി എന്താവുക നോക്കാം. നമുക്ക് ഒരു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റും നമുക്ക് സാലറി ഡോളർ ഫോമിലേക്ക് മാറി. അത് മാത്രമല്ല ഇവിടെ ജനറലിന് പകരം അക്കൗണ്ടിങ് ആവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും പൈസ വെച്ചിട്ടൊക്കെ നമുക്ക് ഡാറ്റ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഡോളർ സൈൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അഥവാ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും സിമ്പിളാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഈ ഒരു ആരോ ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ സിമ്പിൾസ് ഉണ്ട്, ഇഷ്ടംപോലെ കൺട്രീസിൻ്റെ സിമ്പിൾസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏതാണോ നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഡോളർ സൈൻ്റെ കേസിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത്, നമുക്കിപ്പോൾ വലിയ നമ്പേഴ്സൊക്കെ വെച്ചിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കോമ വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു 10,000 എന്ന് എഴുതുകയാണ്. ഓക്കെ, 10,000 എന്ന് എഴുതി. അപ്പോൾ ഇതിന് എനിക്ക് കോമ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കോമ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടില്ലേ, 10,000 എന്നുള്ളത് 10 കഴിഞ്ഞ് ഒരു കോമ വന്നു, അതുപോലെ തന്നെ 0 zeros വന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. അതല്ല ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇൻക്രീസും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോമ ഫോർമാറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ പലർക്കും അറിയാണ്ട് പോകുന്ന കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.